നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂർ കൂറ്റേരിയിൽ CPM പ്രവർത്തകന്റെ വീടിനു നേരെ അക്രമം. അക്രമത്തിന് പിന്നിൽ RSS എന്ന് CPM. മീത്തലച്ചമ്പാട് ബൈക്കും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് വളയം സ്വദേശികളായ 3 പേർക്ക് പരിക്ക്. അപകടം അർദ്ധരാത്രി 12 മണിയോടെ. ഡിജിറ്റൽ രംഗത്ത് പുതിയ കാൽവെപ്പുമായി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത്. അറിയിപ്പുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. വിശദമായ വാർത്തകളിലേക്ക്. CPM പ്രവർത്തകന്റെ വീടിനു നേരെ അക്രമം. കൂറ്റേരി മഠം സുരേഷ് ബാബുവിന്റെ വീടിന്റെ ജനൽ ഗ്ലാസുകൾ കല്ലെറിഞ്ഞ് തകർത്തു. BJP RSS പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് CPM നേതൃത്വം ആരോപിച്ചു. പാനൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മീത്തലച്ചമ്പാട് ബൈക്കും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് വളയം സ്വദേശികളായ 3 പേർക്ക് പരിക്കേറ്റു. രാത്രി 12 മണിയോടെയാണ് അപകടമുണ്ടായത്. മീത്തലച്ചമ്പാട് പള്ളിക്ക് സമീപത്തായുള്ള വളവിലാണ് അപകടം. 3 പേർ സഞ്ചരിച്ച ബൈക്ക് വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് ടൂറിസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. വളയം ഭാഗത്തുള്ളവരാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. അപകടത്തിൽപ്പെട്ട ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കണ്ണൂർ നഗരത്തിലെ ശ്രീ പിള്ളയാർ കോവിലിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. വിജിലൻസ് DYSP ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വിജിലൻസ് SI രാധാകൃഷ്ണൻ, ASI ജയശ്രീ, സിവിൽ പോലീസ് ഓഫീസർ വിജിൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ശബരിമലയിൽ നടന്ന അഴിമതി പുറത്തുവന്നതിനെ തുടർന്ന് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അഴിമതി പൊതുസമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിനെ അതീവ പ്രാധാന്യത്തോടെയാണ് ജനങ്ങളും നോക്കിക്കാണുന്നത്. പ്രതീക്ഷയുടെ പുതുവർഷത്തെ വരവേറ്റ് വിസ്മയങ്ങൾ തീർത്ത മാഹി റിവേറി സോണിക് ഫെസ്റ്റിന് സമാപനം. പുതുശ്ശേരി വിനോദസഞ്ചാര വകുപ്പും കലാസാംസ്കാരിക വകുപ്പും മാഹി അഡ്മിനിസ്ട്രേഷനും സംയുക്തമായാണ് ഡിസംബർ 26 മുതൽ 31 വരെ മാഹി ബീച്ചിൽ മാഹി റിവേറി സോണിക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഡിസംബർ 31 തെന്നിന്ത്യൻ നടിയും ഗായികയുമായ ആൻഡ്രിയ ജെർമിയയുടെ സംഗീതരാവോടുകൂടി ഒരാഴ്ചയായി നടന്നുവെന്ന മാഹി ടൂറിസം ഫെസ്റ്റിന് പരിസമാപ്തി. വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി. വൈകുന്നേരം മുതൽ മയ്യഴിപ്പുഴ അറബിക്കടലിനെ പുണരുന്ന മാഹി ബീച്ചിലേക്ക് സംഗീത ആസ്വാദകരായ ജനങ്ങളുടെ ഒഴുക്കായിരുന്നു. തിങ്ങി നിറഞ്ഞ ജനാവലിക്ക് മുന്നിൽ അരങ്ങേറിയ വിവിധ പുതുവത്സരാഘോഷ കലാപരിപാടികൾ ജനങ്ങളെ ആവേശത്തിലാറാടിച്ചു. ഡിജിറ്റൽ നൂതന സാങ്കേതിക വിദ്യയോടെ DJ വർണ്ണവിസ്മയങ്ങൾ ചാലിച്ച വേദിയിൽ ശബ്ദതാളങ്ങൾ തിങ്ങി നിറഞ്ഞ പരിപാടി പ്രേക്ഷകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. Are you all ready? Okay, let's do one thing. Let's stop and make it difficult for all of you. Let's double the tempo, okay? Dum dum tanana 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 dum 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 tanana 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 dum
തുടർന്ന് 200ഓളം ഡ്രോണുകൾ ഒന്നിച്ചു പറത്തിക്കൊണ്ട് മാസ്മരിക ദൃശ്യങ്ങൾ ആകാശത്തിൽ പകർത്തിയ ഡ്രോൺ ഷോ കാണികൾക്ക് ഒരു പുത്തൻ അനുഭവമായി. ആൻഡ്രിയ ജെർമിയയുടെ മാസ്മരിക സംഗീതരാവിൽ നൃത്തച്ചുവടുമായി നർത്തകിമാർ ഒപ്പം കാണികളും നൃത്തം വെച്ചു. പുതുവർഷത്തിലേക്ക് കടന്ന സംഗീതരാവിന് വെടിക്കെട്ടോടെ സമാപനം. പത്തുമണിയോടെ മാഹി വളവിൽ ബീച്ച് പ്രേക്ഷകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആളുകളെ ഉൾക്കൊള്ളാൻ വിഷമമായതോടെ സുരക്ഷ മുൻനിർത്തി പോലീസിന് എല്ലാ എൻട്രികളും അടയ്ക്കേണ്ടതായി വന്നു. അത്യപൂർവമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മാഹിയിൽ നടന്ന പുതുവത്സര ആഘോഷ പരിപാടി ചരിത്രത്തിൽ ഇടം നേടുന്ന തരത്തിലായിരുന്നു. വിവിധ വകുപ്പുകളുടെ മികച്ച ഏകോപനത്തിലൂടെ പരിപാടി നിയന്ത്രിച്ചതായി സംഘാടകർ അറിയിച്ചു. ഡിജിറ്റൽ രംഗത്ത് പുതിയ കാൽവെപ്പുമായി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അറിയിപ്പുകളും സോഷ്യൽ മീഡിയയിൽ കൂടി പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് പ്രത്യേക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഒഫീഷ്യൽ ലോഞ്ചിങ് ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി നിർവഹിച്ചു. ഒരു മെസ്സേജ് അയക്കുമ്പോൾ കിട്ടില്ല അല്ലേ? അത് പണ്ട് ഗൾഫിലുള്ള ആളുകൾക്ക് നാട്ടിലുള്ള ഭാര്യമാർ അയക്കുന്ന കത്തുകളുടെ അത് വായിക്കുമ്പോൾ ഒരു സുഖം കിട്ടണമെന്നില്ല. ഇപ്പൊ ഒരു മെസ്സേജ് അയക്കുമ്പോൾ പ്രണയലേഖനങ്ങളുടെ ഒരു സുഖം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതാണ് പല ആളുകളും പരമ്പരാഗതമായ കമ്മ്യൂണിക്കേഷനാണ് സുഖം എന്ന് പറയുമ്പോൾ ചിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ വളരെ സ്പീഡ് കാർപ്പറ്റ് ലെവൽ നെറ്റ്വർക്കുള്ള ഒരു കാലത്ത് പരമ്പരാഗതമായ
സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് പുതിയ ആക്സസുകൾ, പുതിയ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ട് അപ്ഡേഷൻ നടത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ചുവടുവെപ്പാണ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. അതിന് അവരെ അഭിനന്ദിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫസീല അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. പി ഒ റജുല, എം ഉഷ, കെ അശോകൻ, കെ റിനീഷ് മാസ്റ്റർ, ടി പി അബൂബക്കർ, റിനിൽ ചന്ദ്രൻ, മൊയ്തു പത്തായത്തിൽ, കെ മുകുന്ദൻ മാസ്റ്റർ, ടി സുജില, പഞ്ചായത്ത് സെക്രട്ടറി എൻ സാഖർ, ഹെഡ് ക്ലർക്ക് ബിനുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൊയിലൂർ ശ്രീനാരായണ മഠം വാർഷികാഘോഷം ജനുവരി 3 മുതൽ 5 വരെ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കും. സിനിമാ താരം ദിലീപ്, ഗോകുലം ഗോപാലൻ, മുൻ DGP അലക്സാണ്ടർ ജേക്കബ് എന്നിവർ വിവിധ ദിവസങ്ങളിലായി ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 3, 4, 5 തീയതികളിലാണ് നമ്മുടെ എല്ലാ വർഷവും ഉത്സവം. ആ ഡേറ്റ് വളരെ ഫിക്സ് ചെയ്ത ഡേറ്റാണ്. 55ാം വാർഷികമാണ് ഈ വർഷം. തലശ്ശേരിയുടെ കിഴക്കൻ മേഖലയിൽ ഒരുപക്ഷെ വളരെ നല്ല രീതിയിൽ ഉയർന്നു വന്ന ഒരു ഗുരുദേവ മന്ദിരമാണ് പൊയിലൂർ ശ്രീനാരായണ മഠമെന്ന് എല്ലാവർക്കും അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ ഉത്സവം നാടിന്റെ ഉത്സവമായിട്ടാണ് അവിടെ ആഘോഷിക്കാറ്. ഇപ്പോഴും ആ ഉത്സവം അതിന്റെ തനിമയും ഗാംഭീര്യവും ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ ആഘോഷിച്ചു വരികയാണ്. 3-ന് വൈകിട്ട് 4:30 ഘോഷയാത്ര. ത്രിപുടവാദ്യ സംഘത്തിലെ 30-ലേറെ ചെണ്ടമേളക്കാർ, തൃശൂർ ശിവശക്തി കാവടി സംഘത്തിന്റെ പീലിക്കാവടി, ഭജന സംഘം, താലപ്പൊലി, വനിതാ കോൽക്കളി എന്നിവയുടെ അകമ്പടിയിൽ മഠത്തിൽ നിന്നും ആരംഭിച്ച് വിളക്കോട്ടൂർ തൂവക്കുന്ന് വഴി തിരികെ മഠത്തിൽ എത്തും. വൈകിട്ട് 6:16 ദീപാരാധന. ആഘോഷ പരിപാടികൾ രാത്രി 8-ന് ശിവഗിരി മഠത്തിലെ ഗുരുപ്രസാദ് സ്വാമി ഉദ്ഘാടനം ചെയ്യും. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് NK നാണു അധ്യക്ഷത വഹിക്കും. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. രാത്രി 9:30 വള്ളുവനാട് നാദത്തിന്റെ നാടകം കാഴ്ച ബംഗ്ലാവ് അരങ്ങേറും. 4-ന് വൈകിട്ട് 6:30 മഠത്തിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടവും സാംസ്കാരിക സമ്മേളനവും ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. രവീന്ദ്രൻ പൊയിലൂർ അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര നടൻ ദിലീപ് മുഖ്യാതിഥിയാകും. BJP ദേശീയ നിർവാഹക സമിതി അംഗം K സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് സംഗീത പരിപാടികൾ അരങ്ങേറും. സമാപന ദിവസമായ 5-ന് വൈകിട്ട് 6:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ DGP അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ പ്രസിഡന്റ് CK സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. 12:30 സമൂഹ സദ്യ. പ്രാദേശിക കലാകാരന്മാരും കുട്ടികളും ഒരുക്കുന്ന കലാപരിപാടികൾ എന്നിവ അരങ്ങേറുമെന്നും മഠം പ്രസിഡന്റ് രവീന്ദ്രൻ പൊയിലൂർ, സംഘാടക സമിതി ഭാരവാഹികളായ NK നാണു, GP അശോകൻ എന്നിവർ അറിയിച്ചു. ഇനിയും ഒഴുകും മാനവസ്നേഹത്തിന് ജീവവാഹിനിയായി എന്ന പേരിൽ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം NSS യൂണിറ്റ് സംഘടിപ്പിച്ച സപ്തദിന സാവാസ ക്യാമ്പ് സമാപിച്ചു. പൂക്കം മുസ്ലിം LP സ്കൂളിൽ ഡിസംബർ 26-നാണ് ക്യാമ്പ് ആരംഭിച്ചത്. പാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നൌഷദ് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങളാണ് നടത്തപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഈ NSS എന്ന സംഘടന വഴി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ മുതൽക്കൂട്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. കാരണം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ വഴി നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ ഒരു നിങ്ങളുടെ സമൂഹത്തിൽ ഒരു നേട്ടമായിട്ട് മറ്റുള്ളവർ നോക്കിക്കാണുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തിലെ സേവന മനോഭാവമുള്ള മക്കളായിട്ട് ഇനിയും ഭാവി ജീവിതത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുക. അത് സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാവുക. ഇനിയും നിങ്ങളെ ഈ ഒരു പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു ആശംസ മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സ്നോയ അധ്യക്ഷത വഹിച്ചു.
NSS പ്രോഗ്രാം ഓഫീസർ PM ടീന കൃഷ്ണൻ ക്യാമ്പ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡംഗങ്ങളായ നസീർ ഇടവലത്ത്, K രാജൻ, പൂക്കോ മുസ്ലിം LP സ്കൂൾ PTA പ്രസിഡന്റ് മിത്ലജ്, മദർ PTA പ്രസിഡന്റ് റഹീല, T ജലേഷ് എന്നിവർ സംസാരിച്ചു. NSS വളണ്ടിയർ ലീഡർമാരായ ശ്രീനന്ദ പ്രകാശ്, റിദ്വിൻ NK എന്നിവർ ക്യാമ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു. ക്യാമ്പിലെ പാചക തൊഴിലാളികളായ മഞ്ജുഷ, മാധവി എന്നിവരെ പൊന്നാടി അണിച്ച് ആദരിച്ചു. ക്ലസ്റ്റർ കൺവീനർ ലിതേഷ് കോളയാട് സ്വാഗതവും മുൻ പ്രോഗ്രാം ഓഫീസർ K ഷാജി നന്ദിയും പറഞ്ഞു. പുതുവർഷം കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. പരിസ്ഥിതി സൗഹൃദ മാലിന്യമുക്ത ബോധവൽക്കരണം, വിത്തും കൈക്കോട്ടും, ലഹരിക്കെതിരെ ഗ്രാമപഥം, കരുതൽ കവചം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം, ആസാദ് സേന തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ ക്യാമ്പിൽ വിവിധ ദിവസങ്ങളായി നടന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ, ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റു വാർത്തകളിലേക്ക്. മാഹിയിലെ പ്രമുഖ സംഗീത വിദ്യാലയമായ ചാലക്കര തപസ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിന്റെ 3ാം വാർഷികാഘോഷം ജനുവരി 3-ന് നടക്കും. PM ശ്രീ ഉസ്മാൻ സ്മാരക ഹൈസ്കൂളിൽ നടക്കുന്ന വാർഷികാഘോഷത്തിൽ വിവിധ കലാപരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികാഘോഷമാണ് വരുന്ന ജനുവരി 3-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ ആരംഭിക്കുന്നത്. വൈകുന്നേരം 6:30 സാംസ്കാരിക സമ്മേളനമാണ്. സാംസ്കാരിക സമ്മേളനം നമ്മൾ ബഹുമാനപ്പെട്ട MLA ശ്രീ രമേശ് പർവത് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം കുട്ടികളുടെ ഗാനമേള, എല്ലാ തപസ്യ വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയാണ്. നല്ലവരായ നാട്ടുകാരെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മളെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന്. ജനുവരി 3-ന് ഉച്ചതിരിഞ്ഞ് 2 മുതൽ 6:30 വരെ തപസ്യ വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും 6:30 മുതൽ 7:30 വരെ സാംസ്കാരിക സമ്മേളനവും നടക്കും. രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടനം ചെയ്യും. ഡയറക്ടർ അജിത് വളവിൽ അധ്യക്ഷത വഹിക്കും. സജിത് നാരായണൻ, KV മുരളീധരൻ, ചാലക്കര പുരുഷു, ആനന്ദ് കുമാർ പറമ്പത്ത് എന്നിവർ സംസാരിക്കും. തുടർന്ന് ഗാനമേള നടക്കും. മാഹി മേഖലയിലെ സംഗീതാഭിരുചിയുള്ള നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഈ വർഷവും പഠന സൗകര്യമൊരുക്കുമെന്ന് ഡയറക്ടർ അജിത് വളവിൽ അറിയിച്ചു. സ്കൂളുകളിലെ നിർദ്ധരായെങ്കിലും പഠിക്കാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസം ഈ കുട്ടികൾക്ക് അവരുടെ 2 മണി മുതലാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. തുടക്കത്തിൽ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കാണ് ആദ്യം. അതിനുശേഷം വോക്കൽ മ്യൂസിക് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം 6:30 സാംസ്കാരിക പരിപാടി ആരംഭിക്കുന്നതായിരിക്കും. ബഹുമുഖ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ കലൈമാമണി KK രാജീവ്, K അശോകൻ, K ശ്രീജ, A രേഷിത, KK ഷാജ് എന്നിവർ സംബന്ധിച്ചു. തൂവക്കുന്ന് എലീസിയൻ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും പുതുവർഷ ആഘോഷവും നടത്തി. നിരവധി പേർ സംബന്ധിച്ചു. നാടക പ്രവർത്തക KV നീന ഉദ്ഘാടനം ചെയ്തു. TN രാമദാസ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ CK മുഹമ്മദ് അലി, ബിജിഷ, PP പവിത്രൻ, PK മുഹമ്മദ് അലി, VK റഫീഖ്, KP റംല, CP രേഷ്മ, P രമ്യ എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി M സുകുമാരൻ സ്വാഗതവും M ഹമേഷ് മുരളീധരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സംഗീത അധ്യാപകൻ പ്രമോദ് ജെ ഗോവിന്ദിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേളയും അരങ്ങേറി. വടക്കുമേട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സവാസ ക്യാമ്പ് സൗത്ത് പാട്യം UP സ്കൂളിൽ സമാപിച്ചു. സമാപന ചടങ്ങിൽ പാട്യം ശ്രീനിവാസൻ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ശ്രീനിവാസൻ പ്രൈമറി സ്കൂളിൽ പഠനം നടത്തിയ സൗത്ത് പാട്യം UP സ്കൂളിലാണ് NSS ക്യാമ്പ് നടന്നത്. സമാപന ദിവസമാണ് സ്കൂളിൽ വെച്ച് അനുസ്മരണ ചടങ്ങ് നടത്തിയത്. ശ്രീനിവാസന്റെ സഹപാഠികളായ K നാണു, M രവീന്ദ്രനാഥ്, ശ്രീനിവാസന്റെ ബന്ധുവും അധ്യാപികയുമായ വസുമതി എന്നിവർ ശ്രീനിവാസൻ അനുസ്മരണം നടത്തി. മലയാളിയിൽ സാധാരണ മനുഷ്യൻ, ഒരു മിഡിൽ ക്ലാസ് ആവറേജ് മലയാളിയുടെ എല്ലാ നൊമ്പരങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും മലയാളിക്ക് മുന്നിൽ അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിനെ നഗ്നമാക്കിയ അപൂർവ കലാകാരന്മാരിൽ ഒരാളാണ് ശ്രീ ശ്രീനിവാസൻ. മലയാളത്തിന്റെ ഹാസ്യ പാരമ്പര്യം അതിസമ്പന്നമാണ്. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചു എന്ന് പറയപ്പെടുന്ന തോവല മഹാകവി
18ാം നൂറ്റാണ്ടിൽ ജീവിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കുഞ്ചൻ നമ്പ്യാര് 20ാം നൂറ്റാണ്ടിൽ മലയാളിയെ തലങ്ങും വിലങ്ങും കീറി മുറിച്ചും ചിരിപ്പിച്ച സഞ്ജയൻ, മലയാളത്തിന്റെ ഹാസ്യത്തിൽ എന്നും അത്ഭുതമായ VK. ആരും അറിയില്ല മരണമൊക്കെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ആ മരണം സംഭവിച്ചു. അപ്പോൾ അതിന് നമ്മൾ സ്വന്തം ഹൃദയത്തിൽ, അതായത് എനിക്ക് നഷ്ടപ്പെട്ടത് കേവലം ഒരു സുഹൃത്തിനെ മാത്രമല്ല, എന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കനിഷ്ഠ സഹോദരനായി. ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മകളും ഒരു വ്യക്തി ജീവിതത്തിൽ നന്മകളും തിന്മകളും ഒട്ടേറെ ഉണ്ടായിരിക്കും. അതെല്ലാവരും പുറത്തെ നന്മകൾ പറയാൻ പറ്റും, നമ്മുടെ വൃത്തികേടുകൾ മറ്റവരോട് പറയാൻ പറ്റും. ആരോട് അങ്ങനെ ആത്മാർത്ഥമായ സുഹൃത്തില്ലാത്തവരാണ് സമൂഹത്തിന് എപ്പോഴും എന്താകുന്നത്, ഒരു തലവേദനയാവുന്നത്. അതായത് പാട്യം പഞ്ചായത്തിൽ പോയിട്ട് അവിടെയുള്ള ഒരു ഗസ്റ്റിനെ കൂട്ടിയിട്ട് വരിക. ഇതുപോലെ ഇങ്ങനെ കൂടുതൽ സ്നേഹമുള്ള ആളാണ് ശ്രീനിവാസൻ. കൂടിയിട്ട് അവർ നല്ലൊരു സാമർഥ്യമുള്ള ഒരാളാണ്. എന്താണ് ഈ ആഴ്ചപ്പതിപ്പിലെല്ലാം ഒരു ചെറിയ ചെറിയ കഥകളും കാര്യങ്ങളും വന്ന് അതെല്ലാം സംഘടിപ്പിച്ചിട്ട് ഒരു നാടകമായിട്ടാണ്. ഇതാണ് 5ാം ക്ലാസ് സ്റ്റേജ്. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾക്ക് അതിന്റെ സ്ക്രീനിന്റെ വഴിയൊന്നും ഞങ്ങളെത്തില്ല. ടീച്ചറുടെ വീട്ടിൽ പോയിട്ട് 2 സാരി വാങ്ങിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് TK സതീശൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ മുഹമ്മദ് താനി സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ ശ്രീജിത്ത് കുളത്തുങ്കര നന്ദിയും പറഞ്ഞു. തലശ്ശേരി യങ്സ്റ്റേഴ്സ് 4ാം വാർഷികം ആഘോഷിച്ചു. പുതുതായി ചുമതലയേറ്റ തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരനുള്ള അനുമോദനവും ഇതോടൊപ്പം നടന്നു. തലശ്ശേരി MRFT ഹാളിൽ നടന്ന പരിപാടിയിൽ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ മുഖ്യാതിഥിയായി. തലശ്ശേരി നഗരസഭാധ്യക്ഷൻ കാരായി ചന്ദ്രശേഖരൻ, കൗൺസിലർമാരായ ഹെൻറി മാസ്റ്റർ, ഷബീർ കരിമ്പാനം എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് C. ഉബൈദുള്ള, IMA തലശ്ശേരി ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജോണി സെബാസ്റ്റ്യൻ, ഡോക്ടർ ഫാത്തിമ വർദ്ധ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഫ്ലാഷ് ബാക്ക് പ്രസിഡന്റ് OV മുഹമ്മദ് റഫീഖ്, ഫിജാസ് അഹമ്മദ്, CV ദിനേശൻ, ഖാലിദ് ചങ്ങറ, രോഹിത്, ഹാരിസ് M. ഹാരിസ്, ഫൈസൽ അഞ്ചുകണ്ടൻ, അക്ബർ ലുലു, VK വികാസ്, അസ്ലം കാര്യത്ത്, MP അബ്ദുൾ റഷീദ്, PO അബ്ദുൽ ജലീൽ എന്നിവർ സംസാരിച്ചു. കൈരളി പട്ടുറുമാൽ ഫെയിം ഇസ്മായിൽ നാഥാപുരത്തിൻ്റെ ഗാനമേളയും ജാസ് ജാഫർ, ഷാഫി ജാസ്, ഡയാന, ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. യങ്സ്റ്റേഴ്സ് തലശ്ശേരി പ്രസിഡന്റ് ഹംസ കേളോത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ സ്വാഗതവും ട്രഷറർ ഖലീൽ കിടാരൻ നന്ദിയും പറഞ്ഞു. കണ്ണവള്ളി ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ അനുമോദന സംഗമവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയം AKG മന്ദിരം കണ്ണവള്ളിയുടെ നേതൃത്വത്തിൽ കണ്ണവള്ളിയിൽ ജനിച്ചു വളർന്നവരും സമീപ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വായനശാലയുമായി ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുന്നവരുമായ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം സംഘടിപ്പിച്ചു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കല്ലിനാണു ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപിനെ ആദരിച്ചു. തുടർന്ന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A. ഉഷ, പാനൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ KK വിജയൻ മാസ്റ്റർ, K. ദാസൻ മാസ്റ്റർ, KK സെറീന, PP ശബ്നം, എടച്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം KP അനിഷ എന്നിവരെയും KSTA സംസ്ഥാന അധ്യാപക കായികമേളയിൽ ഹൈജമ്പ് വെള്ളി മെഡൽ ജേതാവ് റോഷ്നയെയും ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ NK ശ്രീധരൻ മാസ്റ്റർ, NK ഭാസ്കരൻ മാസ്റ്റർ, ഷീബ കണ്ണമ്പ്രത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫ്രണ്ട്സ് പാട്ടുക്കൂട്ടം ഒരുക്കിയ ഗാനമേള, DJ നൈറ്റ്, ന്യൂ ഇയർ ഡിന്നർ, ന്യൂ ഇയർ കേക്ക് കട്ടിംഗ്, ന്യൂ ഇയറിനെ വരവേറ്റുകൊണ്ടുള്ള പൂവെടി, വെടിക്കെട്ട് എന്നിവ അരങ്ങേറി. കൂടിയാണ് ഇന്ന് വേദിയിലുള്ള ആളുകളെല്ലാം നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. വലിയ അഭിമാനത്തോടു കൂടി ഈ വേദിയിൽ വന്നിരുന്ന് വ്യത്യസ്ത മേഖലയിൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ലഭ്യമായപ്പോൾ
അതിൻ്റെ മുന്നോടിയായി ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്ന നിലയിലാണ് നിങ്ങൾ ഇവിടെ നടത്തിയ ഈ അനുമോദന പരിപാടി എന്ന് ഞാൻ ആമുഖമായി പറയട്ടെ. വൃത്തികെട്ട രീതിയിലുള്ള ഒരിക്കലും ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത വിധമുള്ള കള്ളപ്രചരണങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ ജനങ്ങൾ സത്യം മനസ്സിലാക്കി വിജയിപ്പിച്ചു. അതിനുവേണ്ടി കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരുപാട് സഹപ്രവർത്തകരിൽ സഖാക്കളുണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂത്തുപറമ്പിൽ ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ആഘോഷം നടന്നത്. കൂത്തുപറമ്പ് SIT രമേശൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പുതുവത്സര ആശംസ ആയി ബന്ധപ്പെട്ട ഈ കേക്ക് മുറിയും നല്ല ഒരു എല്ലാവർക്കും നല്ല മനസ്സുണ്ടായിരിക്കണം. പോലീസുമായി സഹകരിക്കാൻ നിങ്ങൾക്ക് തുടർന്നും പോലീസുമായിട്ടുള്ള എല്ലാവിധ കൂട്ടായ്മകളും. നമസ്കാരം. OP മനൂപ് അധ്യക്ഷനായി. സിവിൽ പോലീസ് ഓഫീസർ MP രാകേഷ്, K വിജിൻ, ഷിബു PV, P സനിൽ, PV ദീപേഷ്, NK സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. പിണറായി NE ബാലറാം പബ്ലിക് ലൈബ്രറി പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ലൈബ്രറി പ്രസിഡന്റ് CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികൾ കേക്ക് മുറിച്ചു. പഞ്ചായത്ത് അംഗം M മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NV രമേശ്, കൗൺസിൽ അംഗം CN ഗംഗാധരൻ, ലൈബ്രറിയൻ T ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. മത്സര വിജയികൾക്ക് CN ചന്ദ്രൻ മെമന്റോയും സർട്ടിഫിക്കറ്റും നൽകി. സ്പോർട്സ് കരാത്തെ ദോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ പാറാൽ കരാത്തെ സ്കൂളിൽ വെച്ച് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഹാപ്പി ന്യൂ ഇയർ. കരാത്തെ കേരള പുതുച്ചേരി ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായ് വിനോദ് കുമാർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സ്പോർട്സ് അക്കാദമി ഓഫ് ഇന്ത്യയുടെ വിവിധ ബ്രാഞ്ചുകളിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. AKG സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മൊകേരി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. CPM പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള മുഖ്യാതിഥിയായി. CPM പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീത, മൊകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് സിന്ധു മുകുന്ദൻ സംസാരിച്ചു. നിർവഹിക്കാനുള്ള കർത്തവ്യങ്ങൾ, ആ കർത്തവ്യങ്ങൾ നിർവഹിച്ചു പോവുക എന്നുള്ളതാണ് പുരോഗമന ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ പലരും പറയുന്നതുമായിട്ട് മാറുന്നു. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ എല്ലാത്തിനെയും സമീപിക്കാനും ദോഷവശങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് അത് നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് ഓരോ പുതുവർഷ പുലരിയിലും നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നലെ വരെ വായനശാലയുടെയും ഒരുമ വനിതാ വേദിയുടെയും പ്രവർത്തകർ ജനപ്രതിനിധികളെ ആദരിച്ചു. തുടർന്ന് പായസ വിതരണവും വായനശാല പ്രവർത്തകരും നാട്ടുകാരും ഒരുക്കിയ പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായുള്ള കേക്ക് മുറിയും നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ ഷീജ ശിവദാസിനെ ആദരിച്ചു. പാനൂർ അഞ്ജലി കലാക്ഷേത്രയുടെ നേതൃത്വത്തിലാണ് ആദരായനം നടന്നത്. പാനൂർ KKVM ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രശസ്ത സിനിമ സീരിയൽ താരം രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്തു. ഷീജ ടീച്ചറുമായി എനിക്ക് ഏകദേശം 25 വർഷത്തോളത്തെ പരിചയമുണ്ട്. ഒരു നല്ല ഒരു അധ്യാപിക. ടീച്ചർക്ക് ഇപ്പോഴും അല്ല ഈ പുരസ്കാരം കിട്ടേണ്ടത്, ഇതിനു മുന്നേ തന്നെ കിട്ടേണ്ടതായിരുന്നു. ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടാനുള്ള സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്രയും കഴിവുള്ള ഒരു നർത്തകിയാണ് ടീച്ചർ. അതിനപ്പുറത്ത് നല്ലൊരു നർത്തകിയാണ് ഷീജ ടീച്ചർ എന്ന് പറയുന്നത്. ഏതായാലും ഈ പുരസ്കാരം കിട്ടിയതിന് അഞ്ജലിയുടെ കുടുംബത്തോടൊപ്പം ഞാനും ഈ നല്ല മുഹൂർത്തം ഞാനും ആസ്വദിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്നു, അതുപോലെ തന്നെ ആനന്ദിക്കുന്നു. ഇന്ന് മറ്റൊന്ന്, നമ്മുടെ അഞ്ജലിയുടെ പ്രിയപ്പെട്ട മക്കൾ, ഞാനും ഈ അഞ്ജലിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഈ അഞ്ജലി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീട് പോലെയാണ്. അത്രയും ബന്ധമുണ്ട് ഈ അഞ്ജലിയുമായിട്ട്. ശിശുമാഷായാലും ലേഖയായി കഴിഞ്ഞാലും
ഒക്കെ നല്ല ബന്ധമുണ്ട്. അതുപോലെ ഭരത്തായി കഴിഞ്ഞാൽ ഭരത്തിനോട് കാണാനില്ല, എന്താ പറയുക, എന്ത് തിരക്കായിരിക്കും. അത്രയും ബന്ധമുണ്ട് ഈ അഞ്ജലിയുമായിട്ട്. അതിനൊരു കാരണമെന്ന് പറയുന്നത് കലയെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് ഈ ശശി മാഷിമിലേക്ക് എന്ന് പറയുന്നത്. അല്ലാതെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്ലാസ്സുകൾ നടത്തി പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറം. അഞ്ജലി കലാക്ഷേത്ര PTA പ്രസിഡന്റ് A. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. മദർ PTA പ്രസിഡന്റ് അൻസിയ സ്വാഗതം പറഞ്ഞു. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ഭാരവാഹി K. രാജൻ സംസാരിച്ചു. സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന പ്രതിഭകളെയും അധ്യാപകരെയും ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാനൂർ കൂറ്റേരിയിൽ CPM പ്രവർത്തകന്റെ വീടിനു നേരെ അക്രമം. അക്രമത്തിന് പിന്നിൽ RSS എന്ന് CPM. മീത്തലച്ചമ്പാട് ബൈക്കും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് വളയം സ്വദേശികളായ 3 പേർക്ക് പരിക്ക്. അപകടം അർദ്ധരാത്രി 12 മണിയോടെ. ഡിജിറ്റൽ രംഗത്ത് പുതിയ കാൽവെപ്പുമായി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത്. അറിയിപ്പുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.